എന്റേത് എന്ന് കരുതുന്നവ കൂടാതെ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ? ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. Possessive self arises from identifying with what we have and belong to. ഉടമസ്ഥ ആത്മം. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് എന്താണ് ഉടമസ്ഥ ആത്മം എന്നതാണ്. പിന്നെ എന്റെ എന്ന തിരിച്ചറിവ് എങ്ങനെ രൂപപ്പെടുന്നു, ബന്ധങ്ങളും ഉടമസ്ഥതയും ആത്മാനുഭവത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ടാഞ്ചിബിൾ സെൽഫിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. സ്പർശനീയമായ ആത്മം, അതായത് നമ്മളെ തൊട്ടറിയുന്ന ആത്മം. അപ്പോ ഞാൻ എന്നുള്ളത് എന്നെ അറിയുന്നത്, ഒരു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഞാൻ അറിയുന്നത് ഞാൻ തൊട്ടറിഞ്ഞ് അനുഭവിച്ച ആ ഒന്നിനെ കുറിച്ചാണ്. എങ്കിൽ ഇവിടെ നമ്മൾ അറിയുന്നത്, അതായത് മൈസെൽഫ് എന്നുള്ളത് അറിഞ്ഞു. ഈ മൈസെൽഫ് എന്ന് പറയുമ്പോൾ തൊട്ടറിഞ്ഞ് അനുഭവിച്ച തന്റെ ശരീരത്തെയാണ് അറിഞ്ഞതെങ്കിൽ, തന്റെ ശരീരത്തിന്റെ ഊർജത്തെ, തന്റെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ഒക്കെയാണ് അറിഞ്ഞതെങ്കിൽ, ഇവിടെ രണ്ടാമതായിട്ട് നമ്മൾ ബോധ്യപ്പെടുന്നത് എന്റേത് എന്ന് നമ്മൾ കണക്കാക്കുന്ന കാര്യങ്ങളാണ്. എന്റെ സ്ഥലം ചേർത്തിട്ടാണ് ഞാൻ. എന്റെ സ്ഥലത്തു നിന്നും മാറിയാൽ പിന്നെ ഞാൻ എന്റെ രൂപത്തിലായിരിക്കില്ല. എന്റെ പെരുമാറ്റത്തിൽ മാറ്റം വരും, എന്റെ സ്വഭാവത്തിൽ മാറ്റം വരും, എന്റെ താല്പര്യങ്ങളിൽ മാറ്റം വരും. അപ്പോ എന്റേത് എന്ന് നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ എന്റെ സ്ഥലം മാത്രമാണോ? അല്ല. നമ്മുടെ വസ്തുക്കള്, അല്ല, എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ കുടുംബം, എന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന അവയവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, പിന്നെ എന്റെ കുടുംബം എന്ന് പറയുമ്പോൾ എന്റെ അടുപ്പം, ഞാൻ അടുത്ത് നിൽക്കുന്നത് എന്തൊക്കെയാണ്, ഞാൻ എന്തിനോടൊക്കെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, എന്റെ ആ ബിലോങ്ങിങ്സ് എന്തൊക്കെയാണ്, എന്റെ വീട്ടിലെ സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ഇത് വസ്തുക്കളാണ്. അടുത്ത സംഭവങ്ങളാണ് വേഷങ്ങൾ, നമ്മുടെ റോളുകൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. അതിപ്പോ മാതാപിതാവ്, ഞാൻ മാതാവാണ് അല്ലെ പിതാവാണ് എന്ന് പറയുന്ന, ഞാൻ അധ്യാപകനാണ്, ഞാൻ വിദ്യാർത്ഥിയാണ്, ഞാൻ അയൽക്കാരനാണ് എന്ന് പറയുന്ന റോള്, അത് എന്റേത് ആണ്. ഇത് ഞാൻ സാധാരണ രീതിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ആ വേഷങ്ങളിൽ. അതല്ലാതെ ഞാൻ പ്രത്യേകം ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ഒക്യുപ്പേഷൻ എന്നൊക്കെ പറയാം, നമ്മുടെ സ്ഥാനമാനങ്ങൾ, നമ്മുടെ തൊഴിൽ എന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്ക് എത്രത്തോളം സ്വത്തുണ്ട്, ബാങ്ക് ബാലൻസ് എത്രയുണ്ട്, നമുക്ക് എത്രത്തോളം ആരോഗ്യമുണ്ട്, നമുക്ക് എത്രത്തോളം മറ്റ് വിഭവങ്ങളുണ്ട്, ലഭ്യതയുണ്ട്, കണക്ഷൻസ് എന്തുണ്ട്, ഇവയെല്ലാമാണ് ഈ എന്റേത് എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോ ആ എന്റേത് എന്ന് പറയുന്ന അവ വെച്ചിട്ടാണ് നമ്മൾ ഈ ആത്മത്തെ നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്നുള്ളത്, മൈസെൽഫ് എന്നുള്ളത് ആദ്യം ഫോം ചെയ്തു. അതിന്റെ മുകളിലേക്ക് പിന്നെ ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇങ്ങനെ ചേർത്ത് വെക്കും. ഇതൊക്കെ ബോധപൂർവം ചെയ്യുന്നതല്ല കേട്ടോ. നമ്മൾ ജീവിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേരുന്നതാണ്. എന്റെ എന്ന ബോധത്തെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തുന്നവയാണ് ഈ ഉടമസ്ഥ ആത്മം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തം തോന്നുന്ന വസ്തുക്കൾ, ബന്ധങ്ങൾ, ഇവയെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ തിരിച്ചറിവ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഉടമസ്ഥാത്മം എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവാണ്. അത് ആ ഞാൻ ബോധത്തിന്റെ കൂടെയുള്ള ആഡ് ഓൺ ആണ്, ഞാൻ ബോധത്തിന് നൽകുന്ന സവിശേഷതയാണ്. അതിലൂടെയാണ് എന്റെ ഈ ശരീരത്തിന് പുറത്തുള്ള ഘടകങ്ങളുടെ, അവയിലൂടെ എന്റെ പൂർണ്ണത അനുഭവിക്കുന്ന ഒരു തലം. എന്റെ ശരീരം വച്ചിട്ട് അതിന്റെ വെളിയിലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളുമായി ചേർന്ന് കൊണ്ടുള്ള ഒരു തലം. അത് ഒരു 50 ഏക്കർ സ്ഥലം നമുക്ക് സ്വന്തമായിട്ടുണ്ട്, അതിന്റെ അധികാരിയായി ഞാൻ ഇരിക്കുന്നു എന്നിരിക്കട്ടെ. ഈ 50 ഏക്കറോളം എന്റേത് എന്നുള്ള വലിപ്പം കൂടും. അതിനനുസരിച്ച് നമ്മുടെ ആത്മബോധത്തിൽ വലിപ്പം കൂടുന്നതായിട്ട് നമുക്ക് അനുഭവം തോന്നും.
സത്യത്തിൽ അത് ഉള്ളതാണോ? ഉണ്ട്. ഉള്ളത് കൊണ്ടാണല്ലോ എല്ലാം നമ്മുടെ മേലെ അസൈൻ ചെയ്ത് നിൽക്കുന്നത്. ശരിയാണ്. ഏതൊരു വ്യവസ്ഥയും അതിന്റെ ചുറ്റുമുള്ള ഘടകങ്ങളെ തന്നിലേക്ക് ചേർത്ത് നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഏതൊരു വ്യവസ്ഥയുടെ മർമ്മവും അതിന്റെ ഘടകങ്ങളെ തന്നിലേക്ക് ചേർത്ത് നിർത്തും. അതുകൊണ്ടാണ് വ്യവസ്ഥ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ജൈവ വ്യവസ്ഥയെ മൊത്തം, ഇപ്പൊ 50 ഏക്കർ സ്ഥലമാണെന്ന് വെച്ചാൽ 50 ഏക്കറിനെ മൊത്തം തന്നിലേക്ക് ആകർഷിച്ചു നിർത്തുന്ന കേന്ദ്രമായി, മർമ്മമായി താൻ മാറുമ്പോ ആ മർമ്മത്തിന്റെ ഭാവം വരേണ്ടതുണ്ട്. അത് വരുമ്പോ മാത്രമേ ഈ 50 ഏക്കർ ചേർന്ന് നിൽക്കുകയുള്ളൂ. അതാണ് ഈ ഉടമസ്ഥ ആത്മം എന്ന് പറയുന്നത്. അത് ആകർഷിച്ച് നിർത്താനുള്ള, അതിനെ പിടിച്ചു നിർത്താനുള്ള, അതാണെന്നുള്ള ബോധം, അതാണെന്നുള്ള ശേഷി, അതിനെ കൈവശം വെക്കാനുള്ള ദൗത്യം, നിയോഗം, ഇവയെല്ലാം കൂടെ ചേർന്നതാണ് ഉടമസ്ഥ ആത്മം എന്ന് പറയുന്നത്. ഇത് ഫോം ആവുന്നത് ഞാൻ പറഞ്ഞു, കുട്ടിക്കാലത്ത് ബാല്യത്തിൽ നിന്നുള്ള അനുഭവങ്ങളിലൂടെയാണ് ഈ എന്റെ എന്നുള്ളത് വരുന്നത്. ഒരു കുഞ്ഞിന് അപ്പൊ അച്ഛനെ അമ്മ, സ്വന്തം അമ്മയുണ്ടല്ലോ, അമ്മയുടെ പാല് കുടിച്ച് കിടക്കുന്ന സമയത്ത് വേറൊരു ഇപ്പോ ഏട്ടനോ ചേച്ചിയോ വന്നിട്ട് കുഞ്ഞിനെ ഒന്ന് മാറ്റിയിട്ട്, അല്ലെങ്കിൽ കുഞ്ഞിനെ ഒന്ന് തട്ടി മാറ്റിയിട്ട് അതിനകത്തോണ്ട് തലയിട്ട് പാല് കുടിക്കുന്ന ഒരവസ്ഥ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞു കിടന്ന് കരയും. അപ്പൊ എന്റേത് നഷ്ടപ്പെട്ടു എന്നുള്ള ഫിയർ ഓഫ് ലോസ് ഉണ്ടല്ലോ, സെൻസ് ഓഫ് ഓണർഷിപ്പ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ കുഞ്ഞ് കരയും. ആ ഞാൻ അവിടെ തടസ്സപ്പെടുന്നത് കൊണ്ടാണ്. അത് ആദ്യം മാറിടത്തോട് ആണ് ഉണ്ടാവുക, പിന്നെ അമ്മയോട്, അച്ഛനോട്, പിന്നെ തന്റെ കളിപ്പാട്ടങ്ങളോട് ഒക്കെയാണ് അത് ഉണ്ടാവുക. അതിലൂടെയാണ് ഈ എന്റെ എന്നുള്ള ബോധം വളരുന്നത്. അപ്പോ നിരന്തരമായി അടുപ്പം വെക്കുന്ന ബന്ധങ്ങൾ, വസ്തുക്കൾ തുടങ്ങിയ കാര്യങ്ങൾ, തന്റെ സ്ഥാനം, തന്റെ പ്ലേസ്, തന്റെ സ്പേസിങ്, ഇത് നഷ്ടമാകുമ്പോൾ നമുക്ക് ആ എന്റേത് എന്നുള്ളൊരവസ്ഥ ഉണ്ടാവും. ഇതിൽ തന്നെ പെട്ടതാണ്. ഇതിന്റെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഫോമാണ് നമ്മുടെ ഈഗോ എന്ന് പറയുന്നതൊക്കെ. ഇത് നമുക്ക് പല തരത്തിൽ നമ്മൾ അനുഭവിച്ചു പോകുമ്പോൾ ഇതെന്റേതാണ്, ഇതെന്റേതാണ്, ഇതെന്റേതാണെന്ന് ഇങ്ങനെ കണ്ട് 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 ഒരു 2-3 വയസ്സാകുമ്പോഴേക്കും തന്നെ ഈ ഉടമസ്ഥാത്മം ശരിക്കും കോൺക്രീറ്റ് ആയിട്ടുണ്ടാവും. അതിന്റെ മുകളിലേക്കാണ് ബാക്കിയുള്ളത് വെച്ച് കിട്ടുന്നത്. അങ്ങനെ ഉള്ളപ്പോഴാണ് താൻ സുരക്ഷിതമായിരിക്കുന്നത് എന്ന് ഉള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോഴാണ് എന്റെ ഐഡന്റിറ്റി നിലനിൽക്കുന്നത് എന്നുള്ള അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്കാണ് ഇതുവരെ കൊണ്ടു നടന്നിരുന്ന അച്ഛനും അമ്മയും എന്നുള്ള ആ ബിംബങ്ങൾ, അവരല്ല വേറെ ആരോ ആണ് തന്റെ അച്ഛനും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ താൻ കാറ്റുപോയ ബലൂണ് പോയ വ്യക്തിത്വം ചിതറിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതൊക്കെ ഉണ്ടാവുന്നത് ഈ അവസ്ഥയിൽ നിന്നാണ്. അതായത് ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ എന്റേത് എന്ന് പറയുന്ന ആ ഒരു ആത്മം അതല്ല എന്ന് തിരിച്ചറിയുന്നതോടുകൂടി, ആണെന്നുള്ളതാണ് ഒരു തിരിച്ചറിവ്, അതല്ല എന്ന് തിരിച്ചറിയുന്നതോടുകൂടി ഉടമസ്ഥ ആത്മം തകരും. ഉടമസ്ഥ ആത്മം തകർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനില്ല എന്നുള്ളൊരവസ്ഥയാണ് പലപ്പോഴും ഫീൽ ചെയ്യുക. അതെന്തുകൊണ്ടാ? ഈ ഉടമസ്ഥ ആത്മമാണ് ഇതിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. നമ്മൾ പറയാറില്ലേ, ഈ പലപ്പോഴും നമ്മൾ വയറ്റിൽ മലം നിറഞ്ഞിട്ടാണ് മിക്കവാറും ആളുകൾ ജീവിക്കുന്നത്. അത് കാലിയാക്കുന്ന പരിപാടിയില്ല, കാരണം നിരന്തരം തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദഹന പ്രക്രിയ കൃത്യമായിട്ട് പോകില്ല. ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ബലം കയറി ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യുക. മര്യാദയ്ക്കൊരു വയറിളക്കം വന്നാൽ മതി, അല്ലെങ്കിൽ എരുമ എടുത്തിട്ട് ഇതെല്ലാം കൂടെ പോയാൽ മതി, അല്ലെങ്കിൽ നല്ല സുഖശോധന കഴിഞ്ഞാൽ മതി. ആദ്യമായിട്ട് സുഖശോധന കഴിഞ്ഞു എന്നിരിക്കട്ടെ, മൊത്തം ബലം പോയ അവസ്ഥയായിരിക്കും. ഇത് ഈ സുഖശോധന എന്തെന്ന് അറിയാത്ത ഒരാൾ സുഖശോധനയിലേക്ക് ചെന്നെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ നമ്മളിവിടെ പലതവണ പലരിലും അനുഭവിച്ചിട്ടുണ്ട്. ഇതുപോലൊരവസ്ഥയാണ് നമ്മൾ ഈ ഞാൻ ബോധത്തില് ഈ എന്റേത് എന്ന് പറയുന്ന ഒരവസ്ഥ, ഉടമസ്ഥ ആത്മം നഷ്ടമാകുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഉടമസ്ഥ ആത്മം, ഞാൻ എന്നുള്ള ആ തിരിച്ചറിവ് എന്റേത് എന്നുള്ള ഒരു ഫ്രെയിം വർക്കിലേക്ക് വ്യാപിക്കുമ്പോഴാണ് ഈ ഉടമസ്ഥാത്മം ഉണ്ടാകുന്നത്. അവിടെ ഞാൻ എന്നതുപോലെ തന്നെ എന്റെ സ്വത്തുക്കൾ ആത്മത്തിന്റെ ഒരു ഭാഗമായി മാറുന്നത് കൊണ്ടാണ് ആ ഒരു സ്കെലിട്ടൺ, ഇതിനെ സപ്പോർട്ടീവ് സ്കെലിട്ടൺ ആയിട്ട് ഇത് മാറിപ്പിക്കുന്നത്. ഞാൻ എന്നുള്ളത് നിലനിൽക്കാനുള്ള സ്കെലിട്ടൺ ആയിട്ട്, ഫ്രെയിം വർക്കായിട്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളായിട്ട് മാറുന്നത് അതുകൊണ്ടാണ്. ഈ ബന്ധങ്ങൾ, സ്വത്തുക്കൾ, ദ്രവ്യങ്ങൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ, ഇവയെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവയായിട്ട് മാറും. ഇത് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ആത്മാനുഭവം, അതുവരെ മനസ്സിലാക്കിയിരുന്ന ആത്മബോധം, ആത്മാനുഭവം, ഇതിൽ മാറ്റം ഉണ്ടാവും.
ഈ ചുറ്റുപാടുമുള്ള ഈ ദ്രവ്യങ്ങളുണ്ടല്ലോ, വ്യക്തികൾ, അല്ലെങ്കിൽ മറ്റേ വസ്തുക്കൾ, സ്ഥാനങ്ങൾ, ഈ വക കാര്യങ്ങളുണ്ടല്ലോ, ഇവയോട് ആശ്രയത്വം ഉണ്ടെങ്കിൽ ശരിയായ രീതിയിൽ നമുക്ക് അസുരക്ഷ ഉണ്ടാവും. ഒരു തരം എന്താ പറയാ, തകർന്നൊരവസ്ഥ ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. ഉടമസ്ഥ ആത്മം നമ്മളെ ഈ ലോകത്തോട് ബന്ധിപ്പിക്കുന്നതാണ്. അവിടെ ആ ലോകത്തിന് മുന്നിൽ നമ്മളെ ഉണർത്തി നിർത്തുന്നതാണ്. പക്ഷെ അതിനെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വല്ലാത്തൊരു ആശയക്കുഴപ്പമായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക. നമ്മളെ പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഇത് മാറും. അപ്പോൾ ഉടമസ്ഥാത്മമാണ് നമ്മളെ ഉയർത്തി നിർത്തുന്നത്. ഈ ഞാൻ എന്നുള്ള ബോധത്തെ ഞാൻ ഭാവമാക്കി മാറ്റുന്നത് ഉടമസ്ഥാത്മമാണ്. പണമില്ലാണ്ടായി പോയി, ബന്ധങ്ങളില്ലാണ്ടായി പോയി, സൗഹൃദങ്ങളില്ലാണ്ടായി പോയി, സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാണ്ടായി പോയി, വരുമാനമില്ലാതായി പോയി, സ്ഥലം പോയി, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തുനിന്ന് പോകേണ്ടി വന്നു. അപ്പോഴെല്ലാം നമ്മൾ ഈ ഞാൻ ഭാവം കാറ്റുപോയ ബലൂണ് പോലെ അഴിഞ്ഞു പോകും. അപ്പോ ഉടമസ്ഥാത്മം എന്ന് പറയുന്നതിന് വല്ലാത്ത ഒരു തരം പ്രാധാന്യം വ്യക്തി ജീവിതത്തിലുണ്ട്, വ്യക്തിയിലുണ്ട്. അപ്പോ ഞാൻ എന്നുള്ള അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞിട്ട്, കുഞ്ഞിന് ഞാൻ എന്നുള്ള അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ആ ഞാൻ എന്നുള്ള അവസ്ഥയെ രൂപപ്പെടുത്താൻ വേണ്ടി ഉണ്ടാകുന്നതാണ് ഉടമസ്ഥാത്മം. അത് പോയാൽ ഞാൻ എന്നുള്ള അവസ്ഥ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. യഥാർത്ഥത്തിൽ ഞാൻ എന്നുള്ളത് ഈ മറ്റേ ഇതൊക്കെ പോയി സ്ഥാനമാനങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഇല്ലാണ്ടാവും, ഇല്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. അപ്പോ ഇത് ഊതിപ്പെരിപ്പിക്കപ്പെട്ട, നിർമ്മിക്കപ്പെട്ട ഒന്നാണ്, ക്രിയേറ്റഡ് ആണ്. നമ്മൾ ആ ക്രിയേറ്റഡ് സെൽഫിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. എങ്കിലും ഉടമസ്ഥാത്മം എന്ന് വെച്ചാൽ നമ്മൾ ആർജിച്ചത് എന്താണോ, ആർജിച്ചു വെച്ച കാര്യങ്ങളെല്ലാം തന്നെ ചേർന്നിട്ടാണ് ഈ ഞാൻ എന്നുള്ള അടിസ്ഥാന നമ്മൾ മനസ്സിലാക്കിയ ആ ടാൻജിബിൾ സെൽഫിനെ താങ്ങി നിർത്തുന്നത്. അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ നഷ്ടപ്പെട്ടു. അപ്പോ ഈ പറയുന്നതെല്ലാം തന്നെ ഭൗതികമായ പെരിഫറൽ ആയിട്ടുള്ള ആത്മമാണ്. ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്, തിരിച്ച് ഒറിജിനൽ ആയിട്ടുള്ള ആത്മത്തിലേക്ക് ഉണ്ട്. അതിലേക്ക് നമുക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഉടമസ്ഥ ആത്മത്തെ കുറിച്ചാണ്. അത് എന്താണ്, അതെങ്ങനെയാണ് നമ്മളെ താങ്ങി നിർത്തുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് ആ ഉടമസ്ഥാത്മ എന്നുള്ള രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളത്, അതിൽ എന്തെല്ലാം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റും, നിങ്ങൾ എന്തിനെയെല്ലാം ആ ഉടമസ്ഥതയുള്ള എന്തിനോടെല്ലാം നിങ്ങൾ അറ്റാച്ച്ഡ് ആണ്, അതിനെന്തിനെയെല്ലാം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നിരീക്ഷിക്കുക. ആ ബോധ്യത്തിൽ നിന്ന് വേണം നമുക്ക് അടുത്ത ചുവടിലേക്ക് പോകാൻ. അപ്പോൾ ആ നിരീക്ഷണത്തിനായിട്ട് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.